എന്നെ അവർ ഉപദ്രവിച്ചു. ഞാൻ കൈകൊപ്പി നിന്നതായ തിരിച്ചൊന്നും ചെയ്തില്ല. സഹിക്കാവുന്നവർ എന്നെ പരമാവധി സഹിച്ചു. പക്ഷേ ഇനി ആ പ്രസ്ഥാനവുമായി 45 വർഷക്കാലം പ്രവർത്തിച്ചു പോയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് ഗതി വരില്ല. ഞാൻ അതിൽ നിൽക്കേണ്ടി വരുവാണ്. ഞാൻ അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഒരുപാട് കേസുണ്ട്. പക്ഷേ CPM-ലേക്ക് ബി ജെ പിയിലേക്ക് പോകാൻ എന്നെ പലരും അത് ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ കക്ഷിയായ ഇന്ത്യയെ നശിപ്പിക്കാൻ നിൽക്കുന്ന നരേന്ദ്രമോദിക്കെതിരായി അതിശക്തമായ അഭിപ്രായമുള്ള ആളാണ് വെള്ളനാട് ശശി. അതുകൊണ്ട് BJP-ക്ക് ഇല്ല എന്ന് അവർ മുഖത്തോക്കി പറഞ്ഞു. പിന്നെ ഒരു മതേതര കക്ഷിയുള്ളത് ഇന്ത്യയിൽ കേരളത്തിലുള്ളത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ചേരാനേ പറ്റൂ. അതാണ് എൻ്റെ മനസ്സ്. അങ്ങനെയാണ് ഞാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരാൻ MLA-യോടും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോടും നമ്മുടെ എൻ്റെ സുഹൃത്ത് അരുവിക്കരക്കാരുടെ സുഹൃത്ത് സുനിൽകുമാറിനോടും നമ്മുടെ ഇപ്പോൾ സെക്രട്ടറി ചാർജ് രാജ്ബാബുവിനോടും ആനാവൂർ നാഗപ്പൻ സാറിനോടും എല്ലാവരോടും ചോദിച്ച് എന്നെ അവരെല്ലാം പൂർണ്ണമായി അവരെന്നെ സ്വീകരിച്ചതിൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഇലക്ഷനാണ്. ഞാൻ KPCC-യിലെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു നേരത്തെ. ഞാൻ 4 പ്രാവശ്യം മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഓർമ്മ ഉണ്ടാക്കാം, 1980-ൽ ശ്രീ വരദൻ സാർ മത്സരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 30,000 കാറും ഡ്രൈവറും പെട്രോളും മാത്രമേ ഉള്ളൂ, ഡീസൽ മാത്രമേ ഉള്ളൂ. അന്ന് ആ ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിരുന്നു ഞാൻ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നവനായാണ് ഞാൻ പ്രവർത്തിച്ചത്. അതിൻ്റെ അംഗീകാരം വെള്ളനാട്ടിൽ നിന്നുണ്ട്. എന്നെ എവിടെ നിന്നാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അത്ര ജനപിന്തുണയാണ് എനിക്ക്. ഞാൻ ഏത് ഇലക്ഷൻ മത്സരിച്ചാലും എന്നെ CPM-ൻ്റെ വോട്ട് എനിക്ക് കിട്ടും. അത് എൻ്റെ പ്രവർത്തനമാണ്, അവരുമായുള്ള ബന്ധമാണ്. ഞാൻ ഒരിക്കലും അവരുടെ ആവശ്യത്തിന് വന്നാൽ അവരെ ഞാൻ കൈവെടുത്തില്ല. ഞാൻ എന്നോട് ചേർത്ത് പിടിച്ച് സഹായിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായി. അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷമായി എന്നെ കണ്ടിട്ടില്ല. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ഞാൻ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റാണ്, ഞാൻ വെള്ളനാട്ടിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവാണ്, ജനപിന്തുണയുള്ളയാണ്. എന്നെ ഒരു കാര്യങ്ങൾ അറിയിക്കുകയോ എന്നെ സഹായിക്കുകയോ എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ കണ്ടിരിക്കും, ചില പരിപാടിയിലൊക്കെ ഞാൻ ചാക്ക് പിരിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിരിക്കും. അപ്പോൾ അടൂർ പ്രകാശ് ഇപ്പോൾ BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM ജയിക്കരുത് എന്നുള്ള ഒരു നിലപാടിലേക്ക് എടുത്തപ്പം നമുക്കതിനകത്ത് ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്ന് സംശയം. പിന്നെ CPM ജയിക്കില്ല, BJP ജയിച്ചാട്ടെന്നുള്ള ഒരു അനുകൂലമായ ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിഞ്ഞില്ല. പിന്നെ അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, ആവശ്യം പോലെ സമ്പത്തുള്ള മനുഷ്യനാണ്, ഒരു കുറവുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഒരാളിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ച് പറഞ്ഞു, എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് സാധ്യമല്ല. പിന്നെ BJP-യുടെ വർഗീയ നിലപാടാണ്. ഇന്നലെ ഞാൻ വെള്ളനാടിൻ്റെ ഒരു മീറ്റിംഗ്, സ്കൂളിലെ കുട്ടികളുടെ ഒരു പരേഡ് മീറ്റിംഗ് ഉറിയാക്കോട് നടത്തിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, ഇത് രാജ്യം വർഗീയതയിൽ കൊണ്ടുപോകാൻ ചെറുപ്പക്കാരെ അങ്ങോട്ട് നയിക്കാൻ പുസ്തകം പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പം ഈ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥി വയ്ക്കുന്ന പിന്നെ വർക്കല MLA ആയ ശ്രീ ജോയിയെ എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. ജോയി കഴിഞ്ഞ വർഷം നമ്മുടെ അടൂർ പ്രകാശിന് കിട്ടിയത് 2570 വോട്ടാണ് ഭൂരിപക്ഷം. ശബരിനാഥ് കിട്ടിയത് 810 വോട്ടാണ്. ഞാൻ പഞ്ചായത്തിലില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഒരു 3000-ന് മുകളിൽ വോട്ടിൽ ജോയിക്ക് വെള്ളനാട്ടിൽ നിന്ന് ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ കുറച്ച് കോൺഗ്രസ് നിൽക്കുന്ന ആളുകൾ ചിലവരോ അങ്ങനെ BJP-ക്ക് കുറച്ച് 10-200 വോട്ടായിരിക്കും. അത് സാരമില്ല, അതൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് എന്നെ കൂടെ നിൽക്കുന്ന എല്ലാ വാർഡിലും എന്നെ സഹായിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാതെ ഇവരെ സംരക്ഷണയിലാണ് ഞാൻ വന്നത്. സുരീലിയുടെയും ഇവിടുത്തെ CPM-ൻ്റെയും വെള്ളനാട്ട് പ്രവർത്തന സംരക്ഷണയിൽ ഞാൻ വന്നു. അവരൊന്നും ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ എനിക്ക് അതൊന്നും പ്രശ്നമല്ല.
അതുകൊണ്ട് എല്ലാ വാർഡിലും പ്രവർത്തകരുണ്ട്, എല്ലാ പേരിലും ബന്ധമുണ്ട്. ഞാൻ അവരെല്ലാം നേരിട്ട് പോയി കണ്ട് ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നേടി കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എനിക്ക് പ്രായം അല്പമായെങ്കിലും 25 വയസ്സായ ചെറുപ്പക്കാരൻ്റെ ചങ്കൂറ്റവും തൻ്റെയും മനസ്സുമാണ് എനിക്കുള്ളത്. അതൊരിക്കലും തകർന്നു പോയിട്ടില്ല. ഞാൻ മരിക്കുന്നവരെ തകർന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ എന്നെ സ്വീകരിച്ച ജില്ലാ പഞ്ചായത്ത് ഇവിടുത്തെ CPM-ൻ്റെ മുതിർന്ന നേതാക്കൾ വളരെ നല്ല ഒരു സ്വീകരണമാണ് എനിക്ക് തന്നത്. ഞാൻ അതിന് വളരെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് പത്രക്കാർക്ക് ഒരു സംശയമുണ്ടായിരിക്കാം, ശശി ഇവർക്കൊപ്പം നിന്ന് പൊരുതും. ഇവർക്കൊപ്പം നിന്ന് വളരെ ശക്തിയായി പൊരുതി ഈ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ അരുവിക്കര നിയോജകമണ്ഡലത്തിൽ അടുത്ത പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴും നമ്മുടെ MLA ജയിക്കുമെന്നായൊരു സംശയമൊന്നും വേണ്ട.